വെള്ളത്തിൽ ഒരു പുതിനൻ്റെ സലാഡ്, ബീട്രൂട്ടിൻ്റെ സോസ്, പുതിന, ചിക്കൻ ഭയങ്കര സോഫ്റ്റ് അങ്ങനെ കൂട്ടിയിട്ട് ഗുബൂസ് ഉണ്ടല്ലോ, ഗുബൂസും ഈ മസാലയും കലക്കിയ പോലെ ഒരു എന്താ മസാല ഷവായിൽ ഇപ്പത്തെ ട്രെൻഡിങ് ആയിക്കോട്ടെ പറഞ്ഞു പോയി ഇരുന്നാണ് വന്നു ഒരു ഫുൾ മസാല ഷവായി. അതിന്റെ കൂടെ തന്നെ നല്ല ഉബൂസും അതുപോലെ ഇവന്റെ സലാഡാണ് ഗംഭീര സാധനം. അതുപോലെ ഈ മസാലയും ഷവായും സൂപ്പർ തന്നെ പറയാ. അതുപോലെ തന്നെ അറബിക് റൈസ് അത് നല്ല മസുഖന വന്നിട്ടുണ്ട്, അതും ഗംഭീരം തന്നെ കേട്ടാ. നല്ലതിന് നല്ലത് തന്നെ പറയണം. എന്തായാലും ആയില്ലേ പറഞ്ഞു ഒരു കോഴി എടുത്തു, 4 ആളും കൂടി വട്ടത്തിലിരുന്നു തീർത്തു. ഇനിയും ബെറ്റേന്ന് പറഞ്ഞ് നിക്കണ പോലെയാണ് നിക്കല്. എന്തായാലും മസാല ഷവായും അറബിക് റൈസും ആ സലാഡ് പ്രത്യേകിച്ച് പറയേണ്ട സാധനമാണ്. ആ പൈനാപ്പിളും സലാഡും മസാലയും ഗംഭീരം തന്നെ. ഒരു കാര്യമാണ് ഈ മസാലയും ഈ ഗുബൂസും നല്ല കോമ്പിനേഷൻ. എന്താ കുഴപ്പമില്ല. നമ്മുടെ സുഹൃത്തുക്കള് കുറച്ച് മലപ്പുറത്ത് നിന്ന് വന്ന കേട്ടോ, എടത്തനാട്ടുകാരെ ഭാഗത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് TNT കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. സാധാരണ കോഴിക്കോടും പെരുന്തൽമണ്ണ ഉണ്ടല്ലേ TNT, അവിടെ കണ്ട് കഴിച്ചാണ്. അതെ, പാലക്കാട്ടിൽ ഒന്നും കൂടി മസാല നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായം പറയണം. കോഴിയൊക്കെ കാലിയാക്കി, പ്ലേറ്റും കാലിയാക്കി, മസാലയൊക്കെ കഴിച്ചു. പക്ഷേ നല്ല ബോഡിക്ക് ഹീറ്റ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി ഒരു വാട്ടർ മേലെ പഞ്ചസാരയൊന്നും ഇല്ലാണ്ട്. അപ്പൊ നമ്മുടെ സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ? നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ TNT എല്ലാവർക്കും അറിയും. എന്തായാലും ഒരു പ്രാവശ്യം മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യും, അപ്പൊ അറിയും എന്താന്നുള്ളത്.